Hi, welcome to Competitive Cracker. നമുക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ യൂണിറ്റ് 3-ലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഈ ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ബേസിക് ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് അതിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ കാണുന്ന ഫിഗറിൽ ഇവിടെ ഒരു ഹോട്ട് ബോഡിയും അതുപോലെ ഒരു കോൾഡ് ബോഡിയും ഉണ്ട്. അപ്പോൾ ഹോട്ട് ബോഡി T1 ആയിട്ടും കോൾഡ് ബോഡി T2 ആയിട്ടും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പോൾ T1 എന്ന് പറയുന്നത് ഹോട്ട് ബോഡി ടെമ്പറേച്ചറും T2 എന്ന് പറയുന്നത് കോൾഡ് ബോഡി ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ദിസ് ഇസ് ഹോട്ട്, ബ്ലൂ കളറിൽ കാണിക്കുന്നത് കോൾഡ് എന്നാണ്. അപ്പോൾ ഇവിടെ എൻട്രോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻട്രോപ്പി എന്ന വേർഡിലൂടെയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഇവിടെ ഹീറ്റിൻ്റെ വാല്യൂ അഥവാ ക്വാണ്ടിറ്റിയാണ് ക്യൂ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ഹീറ്റിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് ഡെൽറ്റ ക്യൂ എന്ന ടേമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടെ മെൻഷൻഡ് ആണ്, ഇങ്ങോട്ടേക്ക്. അതായത് ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് ഈ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ നോക്കൂ, ഡെൽറ്റ എസ്. എന്താണ് ഡെൽറ്റ എസ്? ഇതാണ് നമ്മൾ സെക്കൻഡ് ലോ പറയുന്നത്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ടി ആണ്. ഡെൽറ്റ ക്യൂ ഹൗ മച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, എന്തോരം ഹീറ്റ് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ച്, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എൻട്രോപ്പി അഥവാ ഡെൽറ്റ എസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹീറ്റ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ഇതാണ് ബേസിക്കലി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്കിതിലേക്ക് തിരിച്ചു വരാം. സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എവറി സ്പോണ്ടേനിയസ് നാച്ചുറൽ പ്രോസസ്, ഏതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നാച്ചുറൽ പ്രോസസ്സിലും ടോട്ടൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ് ബൈ ടെമ്പറേച്ചർ, അത് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്പെസിഫിക് സിസ്റ്റം. അതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു ബോഡിയിലേക്ക് ഹോട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കടക്കുകയോ അതിനകത്തുള്ള ടെമ്പറേച്ചർ പുറത്തേക്ക് പോവുകയോ നിൽക്കാതെ ഉള്ളൊരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഓൾവേസ് ഇൻക്രീസസ്, എപ്പോഴും അതിൽ കൂടിക്കൊണ്ടിരിക്കും, ആൻഡ് നെവർ ഡിക്രീസസ്, ഒരു കുറവുണ്ടാവില്ല. ആ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ആയിരിക്കും. ഇറ്റ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് ഹീറ്റ് കനോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ഫ്രം കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി. അത് പിന്നെ എന്താണ് മെൻഷൻ ചെയ്യുന്നത്, ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവുന്നത്. റിവേഴ്സിബിൾ ആയിട്ട് ഇത് പോസിബിൾ ആവില്ല. ഫ്ലോ എപ്പോഴും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും, അതിന് ഡിക്രീസിങ്ങും ഉണ്ടാവില്ല. ആൻഡ് നോ ഹീറ്റ് എഞ്ചിൻ ക്യാൻ കൺവേർട്ട് ഓൾ അബ്സോർബ്ഡ് ഹീറ്റ് കംപ്ലീറ്റ്ലി ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഹീറ്റ് എഞ്ചിൻ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു പോർഷനിൽ പഠിക്കുന്നത്. അതിലെന്താണ്, ഓൾ അബ്സോർബ്ഡ് ഹീറ്റ് കംപ്ലീറ്റ്ലി ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുന്ന ഹീറ്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ ആയിട്ട് ഉപയോഗിക്കുന്നു, വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് ബേസിക്കലി സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പഴയ ഫിഗറിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇതാ അവിടെ നോക്കുക, ദിസ് ഇസ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഹാവ് ഹോട്ട് ബോഡി ആൻഡ് കോൾഡ് ബോഡി. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇറ്റ് ഈസ് എങ്ങനെയാണ്, സ്പോണ്ടേനിയസ്ലി നടക്കുന്നു. ദാറ്റ് ഈസ് ഫ്രം അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് അറ്റ് ടെമ്പറേച്ചർ T2. ഇത് ഫൈനലി എന്ത് സംഭവിക്കുന്നു, കംപ്ലീറ്റ്ലി ദിസ് ഹോട്ട് ബോഡി ഈസ് ട്രാൻസ്ഫർ ഹീറ്റ് ഇൻ ടു ദ കോൾഡ് ബോഡി. ഇത് മുഴുവനായിട്ടും ടെമ്പറേച്ചർ എങ്ങോട്ടേക്ക് വരും, ഈ കോൾഡ് ബോഡീനെ മുഴുവനായിട്ടും ഹോട്ടായി മാറ്റാനുള്ള രീതിയിൽ ടെമ്പറേച്ചർ ട്രാൻസ്ഫർ നടക്കുന്നു. ഇതാണ് സെക്കൻഡ് ലോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എൻട്രോപ്പി ഫൈൻഡ് ഔട്ട് ചെയ്യാം. എൻട്രോപ്പി എന്താണ്, ചേഞ്ച് ഇൻ ഹീറ്റ് ബൈ ദ ടെമ്പറേച്ചർ ഇൻസൈഡ്. ഇതാണെന്ന് മനസ്സിലാക്കിയാൽ പ്രോബ്ലംസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ് ലോ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തു, എൻട്രോപ്പിയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടി. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ടി. ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ചില എക്സാമ്പിളുകളാണ് നമ്മൾ ഇനിയൊക്കെ നോക്കുന്നത്. നാച്ചുറൽ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഐസ് മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഐസ് എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫൈനലി ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇറ്റ് വിൽ ട്രാൻസ്ഫേർഡ് ഇൻ ടു കോൾഡ് ബോഡി ആയിട്ട്
മാറുകയാണ് ചെയ്യുന്നത്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഐസായിട്ടിരിക്കുന്ന സ്റ്റേജ് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ അതാണ് മെൽറ്റ് ഇൻ വാം റൂം അറ്റ് ഹീറ്റ് എൻറ്റേഴ്സ് ദം, the water molecules spread ice cubes out into more random liquid state, increasing the disorder of the system. അപ്പോൾ നമ്മൾ എൻട്രോപ്പി എന്താണെന്ന് പറഞ്ഞു അല്ലേ? അവിടെ വരുന്ന എൻട്രോപ്പിയിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. അതായത് ഈ ഐസ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ അത് സോളിഡ് ആണ്, അവിടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോഴത്തേക്കും അത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നു. അപ്പോൾ ആ ഐസിൻ്റെ പല ചെറിയ ചെറിയ മോളിക്യൂൾസിലേക്കും ഹീറ്റ് അബ്സോർബ്ഡ് ആവുന്നു. അപ്പോൾ അതായത് അതിൻ്റെ ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എൻട്രോപ്പിക്ക് ഉണ്ടാവുന്ന ഡിസോർഡർ ആണ്. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് ചേഞ്ച്, ഇൻക്രീസിങ് ദ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ കൂടുകയും അങ്ങനെയാണ് അതെന്തായി മാറുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐസ് മെൽറ്റിംഗ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ കൂളിംഗ് കോഫി. കൂളിംഗ് കോഫിയിലും ഇതേ സെയിം ഇതാണ് നമ്മൾ കാണുന്നത്. എ ഹോട്ട് കപ്പ് ഓഫ് കോഫി ലോസസ് ഹീറ്റ് ടു ദ കൂളർ റൂം എയർ അൺടിൽ ബോത്ത് ദ മാച്ച് ദ സെയിം ടെമ്പറേച്ചർ. അതായത് ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു കൂൾ കോഫിക്ക് എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് രണ്ടും ഈക്വൽ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ, അതായത് ലോസസ് ഹീറ്റ് ആൻഡ് കൂളർ റൂം അൺടിൽ ബോത്ത് മാച്ചസ് ദ സെയിം ടെമ്പറേച്ചർ. ആ കോഫിയുടെ അതേ ടെമ്പറേച്ചറിലേക്ക് തന്നെ എന്തും വരണം? നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് തന്നെ ആ കോഫിയുടെ ടെമ്പറേച്ചറും വന്നു കഴിയുമ്പോഴത്തേക്കും ദ ഹീറ്റ് മൂവ്സ് നാച്ചുറലി ഫ്രം ഹോട്ട് ടു കോൾഡ്. അവിടെ എവിടെ നിന്നാണ് എങ്ങോട്ടേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? ഹോട്ടായിട്ടുള്ള ബോഡിയിൽ നിന്ന് എപ്പോഴും കോൾഡ് ആയിട്ടുള്ള ബോഡിയിലേക്ക് മാത്രമായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ബട്ട് ഇറ്റ് നെവർ ഫ്ലോസ് ബാക്ക്വേർഡ്. തിരിച്ചത് സംഭവിക്കുന്നില്ല. കോൾഡിൽ നിന്ന് ഹോട്ടിലേക്ക് പോകുന്നില്ല, എപ്പോഴും ഹോട്ടിൽ നിന്ന് കോൾഡിലേക്ക് മാത്രമായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ, കൂളിംഗ് കോഫി. നമ്മുടെ റൂം ടെമ്പറേച്ചറും അതേപോലെ തന്നെ കോഫിയുടെ ടെമ്പറേച്ചറും സെയിം ആവുമ്പോൾ മാത്രമായിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പറയാവുന്ന എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് ദ ബ്രോക്കൺ എഗ്. അതെന്താണ്? ഡ്രോപ്പിംഗ് ആൻഡ് ക്രാക്കിംഗ് ആൻഡ് എഗ് ഇൻക്രീസസ് ഇറ്റ്സ് ഡിസോർഡർ. ചേഞ്ച് ഇൻ ഡിസോർഡർ ആണ് എന്ത്? എൻട്രോപ്പി. ഡെൽറ്റ എസ് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഡെൽറ്റ ക്യൂ ബൈ ടി, ചേഞ്ച് ഇൻ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ബ്രോക്കൺ എഗ്ഗിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? അത് പല കുഞ്ഞു കുഞ്ഞു ക്രാക്കിംഗ് പീസസ് ആയിട്ട് മാറുന്നു. അവിടെ അപ്പോൾ എന്ത് സംഭവിച്ചു? എഗ്ഗിൻ്റെ ഇരുന്ന ഓർഡർ മാറി, ഓർഡർ ചേഞ്ച് സംഭവിക്കും എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നു. ദെൻ നോക്കുക, ദ ബ്രോക്കൺ പീസസ് ആൻഡ് സ്പ്ലാറ്റേഡ് യോക്ക് വിൽ നെവർ സ്പോണ്ടേനിയസ്ലി ജംപ് ബാക്ക് ടുഗെദർ ടു ഫോം എ വോൾ അൺക്രാക്ക്ഡ് എഗ്. അങ്ങനെ എന്താ പറ്റുക? സംഭവിക്കുക, താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതിലെ യോക്കും ബാക്കി ഭാഗങ്ങളും കൂടിയെല്ലാം പല രീതിയിലേക്ക് മാറാണ്ട് സ്പോണ്ടേനിയസ്ലി ജംപ് ബാക്ക് ടുഗെദർ ഫോം എ വോൾ അൺക്രാക്ക്ഡ് എഗ്. നമുക്ക് കണ്ടാൽ അറിയാം, ഇങ്ങനെ ചിന്നി ചിതറി പോവാണ്ട് ഒരു പോർഷനായിട്ട് മാത്രമായിരിക്കും അത് പൊട്ടിക്കിടക്കുന്നത്. അപ്പോഴും അവിടെ എന്താണ്? വലിയ ഡിസോർഡർ ചേഞ്ച് ഉണ്ടായില്ല, പക്ഷേ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഡിസോർഡർ, അതായത് അതിൻ്റെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയാണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നാച്ചുറൽ എക്സാമ്പിൾസ് വി ക്യാൻ സി ആസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എക്സാമ്പിളുകളിൽ നിന്നും എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നും വാട്ട് ഈസ് എൻട്രോപ്പി എന്നും നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് വരുന്ന യൂണിറ്റ് 3 വരുന്ന ചോദ്യങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ CC-യിൽ ഇപ്പോൾ ഫ്രീഡം ഓഫറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓഫറുകളുണ്ട്. അപ്പോൾ ഓഫറുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ബോർഡിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.